RSP കായംകുളം മണ്ഡലം കമ്മിറ്റി ഐക്യ കർഷക സംഘം ഐക്യ മഹിളാ സംഘം സംയുക്ത കൺവെൻഷൻ നടന്നു. ജില്ലാ സെക്രട്ടറി കൃഷ്ണചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സാജു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. PN നെടുവേലി മുഖ്യപ്രഭാഷണം നടത്തി. രാജു തെന്നടി സ്വാഗതം രേഖപ്പെടുത്തി. RSP കായംകുളം മണ്ഡലം കമ്മിറ്റി ഐക്യ കർഷക സംഘം ഐക്യ മഹിളാ സംഘം സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുതിയിടം കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാൾ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഡ്വക്കേറ്റ് സാജു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. C. കൃഷ്ണചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ലോകത്തെമ്പാടും കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 5 കാര്യങ്ങളാണ്. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം. 2, വന്യമൃഗ ശല്യം. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ഉയർന്ന ഉൽപ്പാദന ചെലവെന്ന് പറയുന്ന കാര്യമാണ് ഇവർക്ക് താങ്ങാൻ പറ്റാത്ത കർഷകരെ സംബന്ധിച്ച്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വിപണിയിലുള്ള ഇവരുടെ മൂല്യത്തകർച്ച എന്ന് പറയുന്നതാണ് കർഷകരെ ലോകത്തെമ്പാടും തകർക്കുന്ന ഒരു സംവിധാനം. കൂടാതെ തൊഴിലാളി ക്ഷാമം. ഈ ഒരു 5 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. നമ്മുടെ കേരളത്തിലും ഒട്ടും വിഭിന്നമല്ല ഇത്. എല്ലാ കർഷക സംഘടനകളും ഒന്നുകിൽ കേന്ദ്ര സർക്കാരിൻ്റെ എതിരെയുള്ള സമരങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ നയ വൈരുദ്ധ്യങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ, അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള സമരം. ഈ ഒരു കൺവെൻഷനിലൂടെ ഐക്യ കർഷക സംഘം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു UDF സർക്കാരിൽ വ്യവസായ സൗഹൃദപരമായ ഒരു കേരളത്തെ പടുത്തുയർത്തുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ഈ സമ്മേളനം ആവശ്യപ്പെടേണ്ടത് ഒരു കർഷക സൗഹൃദപരമായ ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിച്ചെടുക്കാൻ എല്ലാവിധ മുന്നേറ്റങ്ങളും അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പുകളും നമ്മുടെ ഐക്യ കർഷക സംഘവും നടത്തണം. രാജു തെന്നടി സ്വാഗതം രേഖപ്പെടുത്തി. PN നെടുവേലി മുഖ്യ പ്രഭാഷണം നടത്തി. 6 ബ്ലോക്ക് ഏതാണ്ട് 12,000 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലം വെറുതെ കിടക്കുവാണ്. നമ്മൾ വേറൊരു പ്ലാനൊക്കെ റെഡിയാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനൊക്കെ സമർപ്പിച്ചിരിക്കുകയാണ്. നിരന്തരമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് കർഷകരുമായി ബന്ധപ്പെട്ട്. ഏറ്റവും അടുത്ത ഇപ്പം ഇന്നത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 6 മാസത്തിലധികമായി കർഷകരെ കൃഷി ചെയ്ത 1000-ലധികം കോടി രൂപ അവർക്ക് കൊടുക്കാൻ കിടക്കുകയാണ്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചുറ്റുപാടും നമ്മൾ നോക്കിയാൽ മതി. ഒരുത്തൻ കർഷക തൊഴിലാളിയാണെങ്കിൽ ജോലി ചെയ്താൽ വൈകിട്ട് കരയ്ക്കോട്ട് കയറുമ്പോൾ അവന് കാശ് കിട്ടും. സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരോ ഉദ്യോഗസ്ഥന്മാർക്കോ ഒക്കെ തന്നെ 1 മാസം കഴിയുമ്പോൾ ശമ്പളം കിട്ടും. കർഷകനെ സംബന്ധിച്ച് അവൻ കൃഷി ഇറക്കിയാൽ ഏതാണ്ട് 4 മാസം കഴിയുമ്പോഴാണ് വിളവെടുക്കുക. വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെല്ലും മറ്റതുമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്നേരം പൈസ കിട്ടത്തില്ല. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. ഈ നെല്ല് കളക്ട് ചെയ്ത് സൊസൈറ്റി വഴി കളക്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പാണ് അത് കളക്ട് ചെയ്യുന്നത്. സുഷമ തങ്കപ്പൻ, ജെമിനി ഗണേശ്, P. ഗോപകുമാർ, ശശി, സുനിൽ സിത്താർ എന്നിവർ സംസാരിച്ചു. ദിവാകരൻ കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.